ഭീഷ്മരുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും സത്യത്തിനും ധർമ്മത്തിനും ഉറച്ചിരിക്കണം. ഭീഷ്മരെ പോലെ ഇത്രയും ശക്തനായിട്ടുള്ള വ്യക്തി, ആള് ഒറ്റയ്ക്ക് മതി പാണ്ഡവരെയും കൗരവരെയും തോൽപ്പിക്കും. ഒറ്റയ്ക്ക്, സൈനികരുടെ ഒന്നും ആവശ്യമില്ല, ഒറ്റയ്ക്ക്. ആള് ഈ ഇത്രയും വൃദ്ധാവസ്ഥയിൽ ഇരിക്കുമ്പോഴും ആ വില്ലും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ആർക്കും താങ്ങാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ശക്തനായിട്ടുള്ളൊരു യോദ്ധാവാണ്. പക്ഷെ എന്നിട്ടും അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല, ബ്രഹ്മചര്യ ജീവിതം പാലിക്കുന്നു. ആളുടെ ജീവിതം തുടക്കം മുതൽ എൻഡ് വരെ ഒരു ത്യാഗമാണ്. നമ്മളും പഠിക്കണം, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? ത്യാഗമായിരിക്കണം. ഈ ലോകം എപ്പോഴും ഓർക്കുന്നത് ത്യാഗം ചെയ്തവരെയാണ്. ആസ്വദിക്കുന്നവരെ ഈ ലോകത്ത് ആരും ഓർക്കാറില്ല. ആസ്വദിക്കുന്നവരെല്ലാം മൃഗങ്ങൾ പോലും ആസ്വദിക്കാറുണ്ട്, അല്ലേ? മൃഗങ്ങളും ആസ്വദിത്തിൽ മഗ്നരായിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം ആസ്വദിക്കാനുള്ളതല്ല. മനുഷ്യജന്മം പ്രത്യേകിച്ചും എന്തിനുള്ളതാണ്? തപസ്യ.